ഷഹബാസ് കേസ് മുഖ്യപ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ ബന്ധം. ടി.പി. കേസ് പ്രതിക്കൊപ്പം ഫോട്ടോ നഞ്ചക്ക് വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയായ കുട്ടിയുടെ പിതാവിന് കൊട്ടേഷൻ ബന്ധമുണ്ടെന്ന വിവരം. ഇയാൾ ടി.പി. വധക്കേസ് പ്രതി ടി.കെ. രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നിരിക്കുന്നു. ഇയാളുടെ വീട്ടിൽ നിന്നാണ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്കും പോലീസ് കണ്ടെടുത്തത്. കുട്ടിയുടെ അച്ഛൻ തന്നെയാകാം ഇത് കുട്ടിയുടെ കൈവശം കൊടുത്തുവിട്ടത് എന്നതാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയ സമയത്ത് ഇയാൾ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നതായും സംശയമുണ്ട്. എളേറ്റിൽ എം.ജെ. ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളായ 5 വിദ്യാർത്ഥികൾക്കെതിരെ കഴിഞ്ഞ ദിവസം കൊലക്കുറ്റം ചുമത്തിയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ട്രിസ് ട്യൂഷൻ സെന്ററിലെ യാത്രയയപ്പ് പരിപാടിയിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ഷഹബാസിന്റെ മരണത്തിനിടയാക്കിയ ആക്രമണങ്ങൾ നടന്നത്. വീട് പൂട്ടിയിരുന്നതിനാൽ വീട്ടുകാരെ വിളിച്ചു വരുത്തിയാണ് താമരശ്ശേരി CI സായൂജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം റെയ്ഡ് നടത്തിയത്. പ്രതികളായ മറ്റു 4 വിദ്യാർത്ഥികളുടെ വീടുകളിലും പോലീസ് ഒരേ സമയം പരിശോധന നടത്തി. 4 മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിവയും പിടിച്ചെടുത്തതായി വിവരങ്ങളുണ്ട്. റൂറൽ SP KE ബൈജുവിന്റെ നിർദ്ദേശപ്രകാരം 4 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു റെയ്ഡ്. ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ, മാതാവ് റംസീന എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തി. പ്രതികൾ രക്ഷിതാക്കളുടെ അറിവോടെ നടത്തിയ ആസൂത്രിതമായ കൊലപാതകമാണെന്നാണ് ഷഹബാസിന്റെ കുടുംബം ആരോപിക്കുന്നത്. പിടിയിലായ 5 വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റാർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി സംഭവ സ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെയും സമീപത്തെ കടകളിൽ ഉണ്ടായിരുന്നവരുടെയും മൊഴികൾ രേഖപ്പെടുത്തി. ഇന്ന് SSLC പരീക്ഷ കഴിഞ്ഞ ഉടൻ കൂടുതൽ പേരുടെ മൊഴിയെടുക്കുമെന്ന് താമരശ്ശേരി CI സായൂജ് കുമാർ പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ നിരീക്ഷിച്ചും അന്വേഷണം വ്യാപിപ്പിക്കും. പിടിയിലായ 5 വിദ്യാർത്ഥികളും സ്ഥിരം പ്രശ്നക്കാരാണ് എന്നാണ് പോലീസ് പറയുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കിയ വിദ്യാർത്ഥികൾ വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിൽ തുടരുകയാണ്. ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സുകാരുടെ ഫെയർവെൽ പരിപാടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിന് കാരണമായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന മുഹമ്മദ് ഷഹബാസ് ശനിയാഴ്ച പുലർച്ചെ 12:30യോടെയാണ് മരിച്ചത്. തലയോട്ടി തകർന്നിരുന്നു. വളഞ്ഞിട്ടാണ് എന്റെ മോനെ അടിച്ചത്. അത് കണ്ടു നിന്നവരുണ്ട്. അവർ ഭയം കാരണം പുറത്തു പറയാൻ മടിക്കുന്നതാണ് എന്നാണ് ഷഹബാസിന്റെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ. കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട ആളുകളും ഈ 15 വയസ്സുള്ള കുട്ടികൾക്ക് പിന്നിലുണ്ട് എന്ന് അദ്ദേഹം അന്ന് തന്നെ ആരോപിച്ചിരുന്നു. അവരാണ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നതും ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നതും. സഹപാഠികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ നിറകണ്ണുകളോടെ പറഞ്ഞ വാക്കുകളാണ് ഇത്. 10-15 ദിവസം കഴിഞ്ഞാൽ ഈ കുട്ടികൾ തിരിച്ചിറങ്ങി വീണ്ടും ഇത് തന്നെ കാട്ടും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത് ഉണ്ടാകരുത്. സാധാരണക്കാർക്ക് അത് താങ്ങാനാവില്ല. എന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇല്ലാതായത്. കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തിക്കൊണ്ടുവന്നത്. പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണമെന്നതായിരുന്നു എന്റെ മകന്റെ ആഗ്രഹം. പ്രശ്നങ്ങൾ പക്ഷേ ഇവിടം കൊണ്ട് അവസാനിക്കണം. തുടർന്ന് പ്രതികാര ചിന്തകൾ ഉണ്ടാവരുത് എന്നുമാണ് ഇക്ബാൽ പറയുന്നത്. എന്തായാലും നമ്മുടെ കുട്ടികളെ അവരെ ഭരിക്കുന്ന എന്തൊക്കെയോ സംഘങ്ങൾ, നിഗൂഢ സംഘങ്ങൾ, ലഹരിയായിട്ടും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘമായും ഒക്കെ സ്കൂൾ പരിസരങ്ങളിലും അതുപോലെ കോളേജുകളുടെ പരിസരങ്ങളിലും ഒക്കെ തുടരുന്നു എന്നുള്ളത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു വിവരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് മുന്നിൽ വളരെ നല്ലവരായിരിക്കുകയും അവരെക്കുറിച്ച് നമുക്ക് യാതൊരു സംശയവും ഉണ്ടാകാതിരിക്കുകയും ഇതുപോലെ നമ്മളാരും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇവിടെ നിസ്സഹായരായി പോകുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. എന്തായാലും വലിയ ഒരു ഗൂഢസംഘം നമ്മുടെ കുട്ടികളുടെ പിന്നാലെ അവരെ ആക്രമികളാക്കാൻ, നാളത്തെ ഗുണ്ടകളാക്കാൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് വളരെ സീരിയസ് ആയി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം ഷഹബാസ് വിഷയത്തോട് അനുബന്ധിച്ച് കേരളത്തിലെ ഓരോ മാതാപിതാക്കളോടും സ്കൂളുകാരോടും സർക്കാരിനോടും പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.